അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 209 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ളുലലിൻ من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. هل ينظرون ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതാൻ ശ്രദ്ധിക്കട്ടോ. ഹലി യംവുറൂന എന്ന് ഓതിപ്പോവരുത്. ഹൽ യംവുറൂന അതുപോലെ ഓതുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള വാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക. വാ ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. റ കൂടെ ഒമ്മയാണ് വന്നിട്ടുള്ളത്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാവുമതും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇല്ലാ അൻ യഅതിയഹും ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വീടിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിലാണ്. 2ഓ 4ഓ കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഓക്കെ. അൻ യഅതിയഹും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. യഅതിയഹും ഓതരുത്. യഅതിയഹും ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. യഅതിയഹുമുല്ലാഹ് അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് വൊമ്മ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഫീ ളുലലിൻ മിനൽ ഗമാം ഫ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാ ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ളുലലിൻ മിന അതുപോലെ ഓതുക കേട്ടോ. ളുലലിൻ മിനൽ ഗമാം ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഗൈനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. അതിനൽ ഹൽക്കാണ് ഗൈനിൻ്റെ മഖ്റജ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. അവിടെ നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഗ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വൽ മലായിക വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4ഓ 5ഓ കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കണം. കാഫ് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഖുവിയ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖാഫിൻ്റെ സൗണ്ടിനെയും ക്ലിയർ ആക്കുക. വഖുവിയൽ അംർ വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ കിസ്റയായാലും ഇഖ്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കിസ്റയായാലും നമ്മൾ എന്ത് ചെയ്യണം? നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യണം. ഓക്കെ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മീമിനും നമ്മളവിടെ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഓക്കെ. വഇലല്ലാഹി തുർജഉൽ ഉമൂർ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. തുർജഉൽ ഉമൂർ അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. വസത്തുൽ ഹൽക്കാണ് മഖ്റജ് വരുന്നത്. സൗണ്ട് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2ഓ 4ഓ 6ഓ കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൽബനി ഇസ്രാഈല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനഹ്
ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. സൽബനി ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൂനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. സീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോ ഫതഹയാണ് വന്നിട്ടുള്ളത്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. മദ് കൂടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക. ഹംസയ്ക്ക് ശേഷം യാമദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. കം ആതൈനാഹും കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കുക. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ആതൈനാഹും മിൻ അതുപോലെ ഓതാട്ടോ. ആയതിം ബയ്യിന ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഒന്നയോടുകൂടി ഓതിക്കൊടുക്കുക. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, താഴോട്ടുള്ളൊരു മീമിനെ കാണുന്നുണ്ട്. ഇത് ഇഖ്ലാബിൻ്റെ മീമാണ്, മീമുൽ ഖായിമ. അപ്പോൾ നമ്മളിവിടെ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കുകയില്ല, മീമാക്കിയിട്ട് മാറ്റി മറിക്കുക, ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ആയതിം ബയ്യിന അതുപോലെ ഓതുക. യാക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ബയ്യിനത്ത് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യൂല. ബയ്യിന നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് ഹാ സുക്കൂനിൻ്റെ സൗണ്ട് ഒന്ന് ഫീൽ ചെയ്യണം കേട്ടോ. വമയുബദ്ദിൽ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ഐൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ത എന്ന് പറയരുത്. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ ഉള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മിംബാദ് നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നു. നൂൻ സാക്കിനയെ മീമാക്കി മാറ്റി മറിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ അവിടെ കേൾക്കുകയില്ല. മിംബഅദ് മീമാക്കിയിട്ട് മാറ്റി മറിച്ചിട്ട് ഒന്ന കൊടുക്കുക. മിംബഅദി മാ ജാഅത്ഹു ഫഇന്നല്ലാഹ് മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ജീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. ത സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കുക. ജാഅത്ഹു ഇവിടെ ത കൊൽക്കല ലെറ്റർ അല്ലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നമ്മൾ എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക. ഫ ഉച്ചരിക്കുമ്പോൾ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. നൂനിന് ശ്രദ്ധ വന്നു. അക്ഷമൽ ഓന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഷദീദുൽ ഇഖാബ് ദാലിൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. തഫ്രീം ചെയ്യുക. അലിഫ് മദ് കൂടെ വന്നു. 2 കൗണ്ട് അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മദ് ആര് സുക്കൂനാവുമ്പോൾ നമ്മൾ 2 or 4 or 6 കൗണ്ടാണ് നീട്ടി പാരായണം ചെയ്യേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഷദീദുൽ ഇഖാബ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.